വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് അടുത്തൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചോ, എന്റെ ചേച്ചിയുടെ കൊച്ച് 6 വയസ്സുണ്ട്. ഒരാഴ്ചയില് 7 ദിവസം ചുമ തന്നെ ചുമ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആശുപത്രി പോണം. രണ്ടാമത് ടോണിക്കിനുള്ള മരുന്ന് മേടിക്കണം. ആഴ്ചയില് 7 ദിവസം ചുമയാണ്. ജനറ്റിക്കലി ഇവന്റെ അപ്പന്റെ അമ്മയുടെ പ്രശ്നമില്ല, ജനറ്റിക്കലി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഒരു കൊച്ചിന് അങ്ങനെ അത്രയും അസുഖങ്ങള് ജനിച്ച് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെഡിക്കൽ സയൻസിന്റെ ഒരു നല്ല സൈഡും ഉണ്ട്, മറ്റൊരു സൈഡും അതിനകത്ത് കിടക്കുന്നോണ്ടാണ്. ഞാൻ മറ്റേ ബെസ്റ്റ് ഓഫ് നിൽക്കുക കാത്തി ഇതൊക്കെ തീർന്നു. നിങ്ങൾ ആലോചിക്കുക, എടാ ഒരു കൊച്ചിന് ആഴ്ചയിൽ 7 ദിവസം, അതായത് എല്ലാ ദിവസവും ചുമയാണ്. 7 into 4 28 plus 3. ബാക്കി ഫോർമുല ഇത്രയും ദിവസം അസുഖം ആ കൊച്ചിന് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് രോഗപ്രതിരോധ ശേഷി ആ കൊച്ചിന് ഇല്ല. അപ്പൊ X ആണ് രോഗപ്രതിരോധ ശേഷി. എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവരണം രോഗപ്രതിരോധ ശേഷി. നീ കൊമേഴ്സിലാണ്, ഞങ്ങൾ സയൻസാണ് കേട്ടോ. ഇത്രയും രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത ഒരു കൊച്ച് ഉണ്ടായി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസ് ഇത്രയും ഡെവലപ്പ് ആയതാണ്. ഈ പൊക്കളിൽ എടുക്കാറായോ? അല്ലെങ്കിൽ ഞാൻ ഒരു കേസ് പറയാം. അപ്പൊ രോഗപ്രതിരോധി ഉണ്ടാകാത്തതിന് കാരണം നീ പറഞ്ഞു മെഡിക്കൽ സിസ്റ്റത്തിന്റെ പുരോഗതി എന്നാണ് നീ പറയണത്. മെഡിക്കൽ സിസ്റ്റത്തിന്റെ പുരോഗതി ഉള്ളതുകൊണ്ടാണ് അത്രയും ജനറ്റിക്കലി വീക്ക് ആയിട്ടൊരു കൊച്ചുണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടായി വന്നുകൊണ്ട് എന്താണ് സംഭവിച്ചോണ്ടിരിക്കണേ? ആ കൊച്ചുകളെ നരകിച്ചോണ്ടിരിക്കുന്നത്. അത് ശരിയാ. എടാ ഒന്ന് ആലോചിച്ച്, ആഴ്ചയിൽ 7 ദിവസം ചുമ, എല്ലാ ദിവസവും ചുമ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അവസ്ഥ എന്താണ്? ഇതാണ് അവസ്ഥ. കൃത്യമായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. എടാ അതൊക്കെ ഭയങ്കര അവസ്ഥ കേട്ടോ. പിന്നില്ലാതെ എടാ നമുക്കിപ്പോ 2 ദിവസം ചുമ വന്നാൽ പോലും നമുക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അന്നേരത്തിന് ആഴ്ചയിൽ 7 ദിവസം, അത് കുഞ്ഞു കൊച്ച്, എത്ര വയസ്സാണ്? 6 വയസ്സുള്ള കൊച്ചിന് അത്ര ദിവസം നിനക്ക് നന്നായിട്ട് മനസ്സിലാവും. സ്വന്തമായിട്ട് 2 ടവല് കൊണ്ടു നടക്കുന്ന ആളാണ് അവസ്ഥ. അപ്പൊ അതൊക്കെ ഇച്ചിരി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് പറ്റുവാണെങ്കിൽ ഉണ്ടാക്കാതിരിക്കാതാണോ? അല്ല പിന്നെ ഉദ്ദേശിക്കുന്നത് അതല്ലേ ഞാനിപ്പോ പറഞ്ഞേ. ഒരു ഫ്ലോ ആയിട്ട് പറഞ്ഞു ഫ്ലോ കാര്യം പറഞ്ഞില്ലേ? കാര്യം ഓക്കെ. അല്ല പരിഹാരം അല്ല, അത് വളരെ വലിയൊരു അവസ്ഥയാണ് പിള്ളേർക്ക് വരുന്നത്. ഇപ്പൊ മറ്റേ ഈ ഭയങ്കര ഇവൻ പറഞ്ഞ ഇവൻ പിള്ളേരുടെ അവസ്ഥ പറഞ്ഞില്ലുള്ളൂ. നേരത്തെ കാലത്ത് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോപ്പുലേഷൻ ഒന്നും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാരങ്ങ് തട്ടിപ്പോകും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് മാത്രമായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ നേച്ചറിന്റെ നിയമം അതുപോലെ തന്നെ, അതായത് ഏറ്റവും നല്ല കഴിവുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്യുന്നുള്ളതാണ് നിയമം. പക്ഷേ ഈ മെഡിക്കൽ സയൻസ് എല്ലാം വന്നു കഴിഞ്ഞത്തേനും കഴിവില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഡെവലപ്പായി വന്നിരിക്കുന്നതുകൊണ്ട് ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസ് മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ. എടാ ഒരു സൈഡിൽ നോക്കുമ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നോക്കുമ്പോഴത്തേനും അതൊരു ഭയങ്കര, കാരണം പോപ്പുലേഷൻ ഇത്ര റൈസ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അഡ്രസ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. നിന്റെ അപ്പന്റെ വീട്ടിൽ എത്ര പിള്ളേരാ? 7 ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. എന്റെ അടുത്ത് എന്റെ അപ്പന്റെ ജനറേഷൻ വന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പേര് പോപ്പുലേഷൻ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ചുമ്മാ ഉണ്ടാക്കിയിട്ട് മിറ്റത്തേക്ക് ഇറക്കി വിട്ടാൽ മതിയോ? ഇവന്മാരോട്ട് കണ്ടത്തി കയറി മരത്തിൽ കയറി ചക്കയൊക്കെ ഇട്ട് അത് ചക്കമാക്കിക്കൊള്ളോണ്ട് എന്റെ അപ്പനൊക്കെ എടാ നമ്മുടെ ഈ പ്രായത്തില് അവരൊക്കെ എന്തോരം കഴിച്ചോണ്ടിരുന്നത്. നല്ല കേസ് കയറ്റുമോ? നീയേ ചെന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം. അങ്ങനെ പറഞ്ഞതല്ല, നല്ല വിശപ്പുള്ള ടൈമാണല്ലോ ആ ഒരു പ്രായത്തിൽ. അവര് കഴിച്ചോണ്ടിരുന്ന സാധനം ശരിക്കും വേണ്ട ആൾക്കാര്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ശ്രദ്ധിച്ചതാണ്, ഇപ്പത്തെ ആൾക്കാരാണ് ഏറ്റവും മോശം ഫുഡ് കഴിക്കുന്നത്, പണ്ടത്തെ ആൾക്കാരാണ് ഏറ്റവും
നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട്, അത് ചക്കയാണെന്നുണ്ടെങ്കിൽ മാങ്ങയാണെന്നുണ്ടെങ്കിലും അതുപോലത്തെ സാധനങ്ങളൊക്കെ. വിഷമില്ലാത്ത ഫുഡ്. പക്ഷെ ഇത് 100% തെറ്റാ. എടാ ഈ എന്തുകൊണ്ടാന്ന് നിനക്കറിയാവോ? വിഷം അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.